ഞാനാണെങ്കിൽ ഇങ്ങനെ പുറത്ത് ഷോപ്പിൽ, അതായത് തൊട്ടടുത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ മാവേലി സ്റ്റോർ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ എൻ്റെ ഇവിടുത്തെ മാവേലി സ്റ്റോറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന സ്ഥലം ആൾഡിയാണ്. സോ ആൾഡിയിൽ ഞാൻ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാൻ പോകാൻ തുടങ്ങുമായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ചുമ്മാ ഞാൻ ജല്ലിക്കൂടെ നോക്കിയപ്പോൾ മഞ്ഞ് പെയ്യണുണ്ട്. ഞാൻ ഇതുവരെ ഇവിടെ മഞ്ഞ് പെയ്യുന്ന ടൈമിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. അത്യാവശ്യം വെറുതെ അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട എന്നൊരിതുകൊണ്ട് ഞാൻ ഇറങ്ങാത്തതാണ്. പക്ഷെ ഇപ്പം എനിക്ക് ഇറങ്ങാണ്ട് നിവൃത്തിയില്ല. എനിക്ക് കടയിൽ പോയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മൊത്തം എൻ്റെ താളം തെറ്റും. പക്ഷെ എനിക്കോട്ട് പോകാനും കഴിയത്തില്ല, ഇറങ്ങും വേണം. സോ എൻ്റെ ഗതികേട് കൊണ്ട് ഐ എം ഗോയിങ് ടു എക്സ്പീരിയൻസ് മൈ ഫസ്റ്റ് സ്നോ. കാണുന്നതല്ല, ഞാൻ ആദ്യമായിട്ട് മഞ്ഞത്ത് ഇറങ്ങാൻ പോവാണ്. മഞ്ഞ് പെയ്യുമ്പോൾ അങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി ഒരു തുള്ളിക്കയിലും മഞ്ഞ് വീഴുന്നുണ്ടെന്ന് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ ഈ ഉടയാടകൾ എല്ലാം തട്ടി പോകുന്നുണ്ട്. ഈ കുഞ്ഞു കുഞ്ഞ് ഐസ് തന്നെയാ തട്ടി വീഴുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ മഞ്ഞ് കണ്ടാലും കൊണ്ടാലും പോരല്ലോ, ഇനി നമ്മൾ കുറച്ച് കൈയും കൊണ്ട് വാരിയെടുക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത്. അത് കൈയും കൊണ്ട് വാരിയെടുത്താൽ പോരാ, നമ്മളത് ഉരുട്ടി നോക്കണം. ഈ ചോറൊക്കെ കയ്യിലിട്ട് നമ്മൾ ഉരുട്ടി മറ്റേ ഇങ്ങനെ എണ്ണി കഴിക്കില്ല, ഒരു വാ രണ്ട് വാ, അതേപോലെ തന്നെ ഇവിടെയും നമ്മളിട്ടങ്ങ് ഉരുട്ടി പരട്ടി. ഈ സാധനം ഉരുട്ടി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ടൈപ്പിൽ കട്ടയായി. അത് ഞെക്കി പൊട്ടിക്കാനൊക്കെ കുറേ നേരം ഞാൻ നോക്കി, പക്ഷെ നടന്നില്ല. ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാനത് ട്രാക്കിലോട്ട് ഏറ് കൊടുത്തു. ഈ മഞ്ഞ് വീഴുന്നുണ്ട്, മറ്റേ ഉപ്പ് വാരിയിട്ട പോലെയാണേ ഉള്ളൂ. മഞ്ഞ് മേത്തോട്ട് വീണിട്ടാണെങ്കിൽ ഒരു സുഖമില്ല. ഉപ്പൊക്കെ വാരി വതറുന്ന പോലെ. ഞാൻ മഞ്ഞ് എന്ന് വലിയ മഞ്ഞ് വീഴ്ച എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വസ്തുവിലൂടെ നടന്ന് ഞാൻ ആൾഡിയിലെത്തിയിരിക്കുന്നു. ഇതൊന്നും വലിയ മഞ്ഞ് വീഴ്ചയല്ല കേട്ടോ, പക്ഷേ എനിക്കിതൊന്നും എന്തോ അങ്ങോട്ട് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആൾഡിയിലെത്തി. എൻ്റെ ആൾഡിയിലെ വണ്ടി ഉന്തിക്കൊണ്ട് പിന്നെ നടപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും. 2 സാധനം മേടിക്കാൻ വന്നാൽ ഞാനാണ് ഈ കണ്ണിൽ കണ്ടതെല്ലാം പെറുക്കി കൂട്ടുന്നത്. അല്ലേലും അങ്ങനെയാണ്, പൊതുവേ പറയത്തില്ല, ഈ പെണ്ണുങ്ങളെ ഒരു കടയിൽ കയറ്റി വിടാൻ കൊള്ളത്തില്ല, കാണുന്ന എല്ലാം ആവശ്യമാണ്. അതന്നെ ഇവിടെയും പരിപാടി. ഇത് തള്ളിക്കൊണ്ട് നടക്കും. ഞാനൊരു നിമിഷം എൻ്റെ ഡാഡി കൂൾനെസ് മരിച്ചുപോയി. അപ്പം എപ്പോഴും ഞാൻ വണ്ടി എടുത്ത് പുറത്ത് പോകുമ്പോൾ നാട്ടിലാകുമ്പോൾ എന്നോട് പറയും, അവൾ ആ വണ്ടിയുടെ ഒരു കാര്യം നോക്കത്തില്ല, സ്റ്റാർട്ടാവോ അവൾ അതും കൊണ്ട് പോയിക്കോളൂ എന്ന്. എനിക്കിവിടെ സ്റ്റാർട്ടാക്കിയില്ലെങ്കിലും ഒന്നുകൊണ്ട് നടക്കൊരു വണ്ടി കിട്ടുമെന്ന് അച്ഛനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറിയിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടതെല്ലാം ഞാൻ അങ്ങോട്ട് പെറുക്കി കൂട്ടി. ഇതൊക്കെ എനിക്ക് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ 2 കടല മേടിക്കാൻ വേണ്ടിയാണ് ഇവിടം വരെ വന്നത്. പക്ഷേ കണ്ടപ്പോൾ ബ്രെഡായി, മുട്ടയായി, പഞ്ചസാരയായി എന്തൊക്കെയോ മേടിക്കുന്നു. ആൾഡി കമ്പാരിറ്റീവ്ലി ഇവിടെ ലിഡിലും ആൾഡിയും നമുക്ക് കുറച്ച് ലെസ് എക്സ്പെൻസീവായിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇന്ത്യൻ ഗ്രോസറിയിലോട്ട് എടുക്കാൻ പറ്റത്തില്ല നമുക്ക്. ഇത് കണ്ടോ, ഇവിടെ വെള്ളത്തിനേക്കാളും വിലക്കുറവ് ബിയറാണ്. ചുമ്മാന്നല്ല, നല്ല ഇഷ്ടം പോലെ ബിയർ കിട്ടും. ഇനി ഒരു സത്യം പറയട്ടെ, ഇത് ഞാൻ ഇപ്പോൾ എടുത്ത വീഡിയോ ഒന്നുമല്ല, കഴിഞ്ഞ മാസം എടുക്കുക. എഡിറ്റ് ചെയ്യാൻ സമയം കുറച്ച് കൂടുതലുണ്ടായിരുന്നുകൊണ്ട് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്.